ഡിസംബർ 24 ക്രിസ്മസ് ഈവ് മുംബൈ സിറ്റിക്ക് മേലെ വിജയം വരിച്ചുകൊണ്ടാകുമോ എന്നതാണ് ഓരോ ബ്ലാസ്റ്റേഴ്സ് ആരാധകരും ഉറ്റുനോക്കുന്നത്. അതെ, കേരള ബ്ലാസ്റ്റേഴ്സ് തങ്ങളുടെ 11ാം മത്സരത്തിന് ബ്ലാസ്റ്റേഴ്സിന്റെ സ്വന്തം കോട്ടയായ കലൂർ ഇന്റർനാഷണൽ സ്റ്റേഡിയത്തിൽ മഞ്ഞക്കടലിനെ സാക്ഷിയാക്കി ഡിസംബർ 24 മുംബൈ സിറ്റിക്കെതിരെ അണിനിരക്കുമ്പോൾ പറഞ്ഞു തീർക്കാനല്ല, കളിക്കളത്തിൽ കളിച്ചു തീർക്കാൻ കുറെയുണ്ട് കണക്കുകൾ. ഗാലറിയിൽ ബ്ലാസ്റ്റേഴ്സ് ആരാധകർ കരുത്തറിയിക്കുമ്പോൾ കളിക്കളത്തിൽ അത് സാധിക്കുമോ എന്നതാണ് ആരാധകരും ഉത്കണ്ഠപ്പെടുന്നത്. പരിക്ക് മൂലം ക്യാപ്റ്റൻ അഡ്രിയാൻ ലൂണയും ടീമിനൊപ്പമില്ലാത്ത സാഹചര്യത്തിൽ മുംബൈ സിറ്റിക്ക് മേൽ വിജയം കൊയ്യാൻ ബ്ലാസ്റ്റേഴ്സിന് സാധിക്കുമോ എന്നത് സംശയം തന്നെയാണ്. നിലവിലെ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ കരുത്തൊന്ന് നോക്കാം. ആക്രമണ ഫുട്ബോളിന് പുറമെ അതിക്രമ ഫുട്ബോൾ കൂടി കാഴ്ചവെക്കുന്ന മുംബൈ സിറ്റിക്കെതിരെ ഇറങ്ങുമ്പോൾ ബ്ലാസ്റ്റേഴ്സ് നന്നായി കരുതി തന്നെ വേണം ഇറങ്ങാൻ. നിലവിൽ ബ്ലാസ്റ്റേഴ്സ് ആക്രമണത്തിന് ശക്തിയായി ലൂണയില്ലെങ്കിലും ബ്ലാസ്റ്റേഴ്സ് ക്യാമ്പിൽ മികച്ച താരങ്ങൾ തന്നെയുണ്ട്. ബ്ലാസ്റ്റേഴ്സിന്റെ പരിശീലകൻ ഇവാൻ യൂക്കോമനോവിച്ച് ഇതുവരെയും ഇറക്കി പാളിപ്പോയ അടവുകൾ ഒന്ന് മാറ്റി പിടിച്ചാൽ മതി. മുംബൈ സിറ്റിക്കെതിരെ ബ്ലാസ്റ്റേഴ്സിന്റെ കരുത്തരായ ടീമിനെ തന്നെ അണിനിരത്താൻ സാധിക്കും. ഗോൾ മുഖത്ത് സംശയമില്ലാതെ സച്ചിൻ സുരേഷ് തന്നെ. പ്രതിരോധ നിരയിൽ പ്രബീർ ദാസ്, പ്രിതം കോട്ടാൽ, മിലോസ് ലെസ്കോവിച്ച് എന്നീ ശക്തരായ താരങ്ങളെ തന്നെയാകും മുംബൈ സിറ്റിക്കെതിരെ പ്രതിരോധ നിരയിൽ ഏറ്റവും ബെറ്റർ ഓപ്ഷൻ. അതല്ലെങ്കിൽ പ്രബീർ ദാസിനെ രണ്ടാം പകുതിയിൽ ഇറക്കി ആദ്യ പകുതിയിൽ ഹോർമി ബാമിനെയോ സന്ദീപ് സിംഗിനെയോ ഇറക്കാവുന്നതാണ്. അതുപോലെ ശ്രദ്ധിക്കേണ്ട കാര്യം, പ്രിതം കോട്ടാലിനെ വിങ്ങിൽ നിന്നും മാറ്റി സെൻട്രൽ ബാക്കിൽ തന്നെ കളിപ്പിക്കുക, പ്രബീർ ദാസിനെ വിങ്ങിലും കളിപ്പിക്കുക. ഇനി മധ്യനിരയിലേക്ക് വരികയാണെങ്കിൽ വിപിൻ മോഹനൻ, ഡാനിഷ്, ഡൈസൂക സക്കായി എന്നിവരോടൊപ്പം രാഹുൽ കേപിയോ അല്ലെങ്കിൽ ഐമനെയോ ഇറക്കാവുന്നതാണ്. പിന്നീട് ആവശ്യം പോലെ സബ്സ്റ്റിറ്റ്യൂഷൻ നടത്തിയാൽ മതി. ഇനി മുന്നേറ്റ നിരയിലേക്ക് വരികയാണെങ്കിൽ ദിമിത്രിയോസിനൊപ്പം ഇഷാൻ പണ്ഡിതെ ഇറക്കുക, പെപ്രയെ തൽക്കാലം ഒഴിവാക്കുക. രണ്ടാം പകുതിയിൽ എതിർ ടീമിനെതിരെ കൂടുതൽ പ്രസിംഗ് ആവശ്യമെന്ന് കണ്ടാൽ പെപ്രയെ അവസാന 20 മിനിറ്റിൽ ഇറക്കി പരീക്ഷിക്കാവുന്നതാണ്. അതുപോലെ തന്നെ സബ്സ്റ്റിറ്റ്യൂഷനുകൾ സമയത്ത് നടത്തിയാൽ തന്നെ കൂടുതൽ മികവ് പുലർത്താൻ സാധിക്കും. ഇതാണ് എന്റെ ഒരു അഭിപ്രായത്തിൽ ബ്ലാസ്റ്റേഴ്സിന് മുംബൈ സിറ്റിക്കെതിരെ ഇറക്കാൻ പറ്റിയ ശക്തമായ ഒരു ടീം ലൈനപ്പ്. മറ്റൊരു മികച്ച ലൈനപ്പ് ഉണ്ടെങ്കിൽ കമന്റിൽ ഒന്നിടുക. പറഞ്ഞു വരുമ്പോൾ ലൂണ ബ്ലാസ്റ്റേഴ്സിനൊപ്പം ഇല്ലെങ്കിലും ഒരു പരിധി വരെ പിടിച്ചു നിൽക്കാനുള്ള താരങ്ങൾ ബ്ലാസ്റ്റേഴ്സിൽ ഇപ്പോഴുമുണ്ട്. എന്നാൽ മോശം പരീക്ഷണങ്ങൾ നടത്തിയും താരങ്ങളെ വേണ്ട വിധം യൂസ് ചെയ്യാതെയുമാണ് നിലവിൽ ബ്ലാസ്റ്റേഴ്സ് കോച്ച് ഇവാൻ യൂക്കോമനോവിച്ച് മുന്നോട്ട് നീങ്ങുന്നത്. മുംബൈ സിറ്റിക്കെതിരെയെങ്കിലും പറ്റിപ്പോയ പാളിച്ചകൾ തിരുത്തി മികച്ച ലൈനപ്പ് തന്നെ ഇറക്കുമെന്ന് പ്രതീക്ഷിക്കാം. കാരണം ഡിസംബർ 24 ക്രിസ്മസ് ഈവ് കൂടി ആയതിനാൽ ബ്ലാസ്റ്റേഴ്സിന്റെ വിജയം ഓരോ ആരാധകനും ആഗ്രഹിക്കുന്നുവെന്നാണ്. അപ്പോൾ കൂടുതൽ ISL അപ്ഡേറ്റുകളുമായി മറ്റൊരു വീഡിയോയിൽ കാണാം. ചാനൽ മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക.